നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കിറ്റെക്സ് ഗാർമെന്റ്സ് ഓഹരികൾ ഉണ്ടായ വലിയ കുതിപ്പിനെ പറ്റിയാണ്. ജനുവരി 23 വെള്ളിയാഴ്ച കിറ്റെക്സ് ഓഹരികൾ ഏകദേശം 9% ഉയർന്നത്. വ്യാപാരത്തിന്റെ ഒരു ഘട്ടത്തിൽ 167 രൂപ വരെ എത്തിയ ഓഹരി 164 രൂപയ്ക്ക് അടുത്താണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സമ്മർദ്ദത്തിലായിരുന്ന ഈ ഓഹരിയിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റം എന്തുകൊണ്ടായിരിക്കും? നമുക്കിതിന്റെ ടെക്നിക്കലും അല്ലാത്തതുമായ കാരണങ്ങൾ പരിശോധിക്കാം. ആദ്യം തന്നെ ബിസിനസ് കാര്യങ്ങളിലേക്ക് വരാം. തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ഇത് കിറ്റെക്സിനെ പോലെയുള്ള അമേരിക്കൻ വിപണിയെ ഏറെ ആശ്രയിക്കുന്ന കമ്പനികളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ തിരിച്ചടികൾക്കിടയിലും ഓഹരി വില കയറാൻ ചില ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ടെക്നിക്കലി നോക്കിയാൽ, അതായത് ചാർട്ടുകൾ പരിശോധിക്കുമ്പോൾ 138 രൂപ നിലവാരത്തിൽ ഓഹരിക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു തിരിച്ചു കയറ്റുന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 167 രൂപയ്ക്ക് മുകളിൽ നിലനിൽക്കാൻ സാധിച്ചാൽ 180 രൂപ വരെ എത്താനുള്ള മുന്നേറ്റം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഓർക്കുക, നിലവിൽ ഓഹരി അതിന്റെ 50-day 200-day മൂവിംഗ് ആവറേജിന് താഴെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായ മാറ്റമാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം കമ്പനിയുടെ രാഷ്ട്രീയ ചായ്വുകളെ കുറിച്ചാണ്. കിറ്റെക്സ് ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള 2020 പാർട്ടി NDAയിൽ ചേരാൻ തീരുമാനിച്ചത് വാർത്തയായിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന വേളയിലാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ വിപണിയിലെ നിക്ഷേപകർക്കിടയിൽ ഒരുതരം സെന്റിമെന്റൽ മാറ്റം ഉണ്ടാക്കാറുണ്ട്. കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് കമ്പനിയുടെ ഭാവി ബിസിനസ് നീക്കങ്ങൾക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷ ചില നിക്ഷേപകർക്കെങ്കിലും ഉണ്ടാകാം. പ്രത്യേകിച്ചും അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ അനുകൂലമായ നിലപാടുകൾ ഉണ്ടായാൽ അത് കിറ്റെക്സിനെ പോലെയുള്ള കയറ്റുമതി കമ്പനികൾക്ക് വലിയ ആശ്വാസമാകും. അതുകൊണ്ട് തന്നെ ഓഹരി ഇപ്പോൾ നേട്ടം നിലനിർത്തിയെങ്കിലും വളരെ ജാഗ്രതയോടെ മാത്രം ഇതിനെ കാണുക. പഠനാവശ്യത്തിനായി ഈ ഓഹരി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയമായ നീക്കങ്ങളും ഒപ്പം ടെക്നിക്കൽ സപ്പോർട്ടും ചേർന്നാണ് കിറ്റെക്സ് ഓഹരികളിൽ ഇപ്പോൾ നിലവിൽ മുകളിലെ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എങ്കിലും വിദേശ വിപണികളിലെ താരിഫ് പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറാതെ ഒരു വലിയ കുതിപ്പ് പ്രതീക്ഷിക്കുന്ന റിസ്ക്കാണ്. മാത്രമല്ല, കമ്പനിയുടെ രണ്ടാം പാദ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ബിസിനസ്സിൽ കമ്പനി സമ്മർദ്ദം നേരിടുന്നതായി കാണാം. അതിനാൽ നിലവിലെ മുന്നേറ്റം മാത്രം വിലയിരുത്തിക്കൊണ്ട് നിക്ഷേപ തീരുമാനമെടുക്കുന്നത് ഉചിതമല്ല. മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ബിസിനസ് എങ്ങനെയായിരുന്നു എന്നത് വിലയിരുത്താൻ ശ്രദ്ധിക്കുക.